നാലാം സ്ഥലം. ഉയർത്തെഴുന്നേറ്റ മിശിഹ കല്ലറയുടെ മുമ്പിൽ വച്ച് മഗ്ദലേന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നു. ഉയർത്തെഴുന്നേറ്റ മിശിഹായെ, ഞങ്ങളങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും നിത്യജീവൻ നൽകുന്നവനുമാകുന്നു. തിരുവചനം. മഗ്ദലേന മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. മറിയം തിരിഞ്ഞു നോക്കിയപ്പോൾ പ്രത്യക്ഷപ്പെട്ട് യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? യേശു അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞ് ഹെബ്രായ ഭാഷയിൽ ഗുരു എന്നർത്ഥം വരുന്ന റബ്ബോനി എന്ന് വിളിച്ചു. പീഡാസഹനത്തിൻ ശ്ലീവാമരണത്തിൻ സാക്ഷിയായി മഗ്ദല മറിയം, ദൃശ്യരായി ദൂതർ വിളംബരം ചെയ്തെന്നു നാഥനുയിർത്തെന്ന സത്യം. ഈശോ നാഥനുയിർത്തെന്ന സത്യം. ഗുരുവിന്റെ കല്ലറ ശിഷ്യയാം മറിയം ദർശിച്ചു കണ്ണീർ പൊഴിച്ചു. നാഥൻ വിളിച്ചേവം മറിയം മറിയം, ഭക്തി നിറഞ്ഞവൾ കേണു കാൽക്കൽ റബ്ബോനി എന്നു വിളിച്ചു. ദൈവവിശ്വാസത്തിൽ ആത്മാവിൻ നിറവിൽ മഗ്ദല മറിയത്തെ പോലെ വിശ്വാസമർപ്പിച്ചു പ്രത്യാശ കൈക്കൊണ്ടു രക്ഷവരിക്കേണം നമ്മൾ നിത്യം, രക്ഷവരിക്കേണം നമ്മൾ. നമുക്ക് പ്രാർത്ഥിക്കാം. ഉദ്ധിതനായ യേശുവേ, അടിയുറച്ച് വിശ്വസിക്കുകയും അങ്ങയുടെ വേർപാടിൽ കണ്ണീർ പൊഴിക്കുകയും ചെയ്ത മഗ്ദലേന മറിയത്തെ അങ്ങ് ദർശനം നൽകി ധന്യയാക്കിയല്ലോ. അപ്പോൾ യേശു മറിയത്തോട് അരുൾ ചെയ്തു, നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്തു ചെന്ന് അവരോട്, ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. അങ്ങയുടെ കാരുണ്യാതിരേക സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തുകയും ഞങ്ങളുടെ വിശ്വാസം ആഴപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങയുടെ ഉദ്ധാന മഹത്വം പ്രഘോഷിച്ച് കൂട്ടായ്മയിൽ ഒത്തുചേരാനും ജീവിക്കുന്നവനായ അങ്ങയിലേക്ക് സകലരെയും നയിക്കുവാനും ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഉദ്ധിതനായ മിശിഹായുടെ മഹത്വത്തിൽ പങ്കുചേരുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.